First of all, congratulations for taking this decision to join the workshop. Thank you so much. ഞാൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് സ്ട്രെസ് അടിച്ച സമയത്ത് നമുക്കിത് സ്ട്രെസ് ആണെന്നൊന്നും നമുക്ക് ആ സമയത്ത് അറിയുന്നില്ലല്ലോ. എന്തോ നമുക്കൊരു മോശമായി മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം കൂടുമ്പോഴും അതിൽ എന്തൊക്കെയോ ചേഞ്ചസ് വരുന്നു. എന്താണെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. ആദ്യമൊക്കെ ഞാനത് എൻ്റെ വെറും ഒരു മൂഡ് സ്വിങ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഗ്രാജുവലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് വർക്കഹോളിക് ആയിട്ടൊരു പേഴ്സൺ ആണ്. നല്ല രീതിയിൽ മൾട്ടി ടാസ്ക് ചെയ്യും. എല്ലാ ടാസ്ക് എന്നെ ഏൽപ്പിക്കുന്നതും ഞാൻ കറക്റ്റ് സമയത്ത് വളരെ നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്ന ഒരു എംപ്ലോയി ആയിരുന്നു. അപ്പോൾ ഗ്രാജുവലി എനിക്ക് ഈ പറയുന്ന പോലെ മൾട്ടി ടാസ്കിങ്ങും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സിംഗിൾ ടാസ്ക് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഹെക്ടിക്കായി മാറി. അപ്പം അത് എനിക്ക് തന്നെ അതൊരു ബീങ് എ വർക്കഹോളിക് പേഴ്സൺ എനിക്ക് ആ ഒരു പ്രൊഡക്ടിവിറ്റി ഗിൽറ്റ് ഭയങ്കരമായിട്ട് ഉണ്ടായി. അത് കൂടാതെ തന്നെ ഇത് നടക്കാത്തത് കാരണം നമുക്ക് ഫ്രസ്ട്രേഷൻസ് ആയി, ദേഷ്യമായി. വീട്ടിൽ വന്നാലും നമുക്ക് നല്ല ദേഷ്യം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അടുത്താണല്ലോ നമുക്ക് നമ്മുടെ ഇമോഷൻസ് എല്ലാം ഓപ്പൺ ആയിട്ട് ഷെൽ ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വീട്ടിലും ആകെ മൂഡ് ഓഫ് ആയി, ഓവറോൾ ഒരു ഹാർമണി പോയി. പിന്നെ കുറച്ചും കൂടി പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് നല്ല ക്ഷീണം തോന്നും. നമ്മൾ വിചാരിക്കും ഉറങ്ങാം, ഇന്ന് നേരത്തെ കിടന്ന് ഉറങ്ങാം. പക്ഷെ നമുക്ക് കിടന്നാലും ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങിയാലും നമുക്ക് അത്രയും നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പായിട്ട് കിട്ടുന്നില്ല. പിന്നെ അത് ഉറങ്ങാതെ വരുമ്പോൾ അറിയാലോ, നമുക്ക് മൈഗ്രെയിൻ വരും. എനിക്ക് ലോ BP വരുമായിരുന്നു. അപ്പൊ എങ്ങനെ പോയാലും ഓഫീസിൽ ഇരുന്നാലും പിറ്റേ ദിവസം ഒരു 11 മണി 11:30 ആകുമ്പോ തൊട്ട് ഒരു കൈൻഡ് ഓഫ് തലവേദന, മൂഡ് ഓഫ്, വയറുവേദന, ഇങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂസ്. അപ്പം ഹെൽത്തും കൂടി ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ സ്റ്റക്കായി പോയ പോയിന്റിലാണ് ഞാൻ നമ്മുടെ ഫാമിലി ഫിസിഷ്യനെ പോയി കൺസൾട്ട് ചെയ്യുമ്പം സ്ട്രെസ്സിന്റെ ഒരു ഇതാണ്, സോ യു നീഡ് ടു റെഡ്യൂസ് ദാറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് കുറെ റിസോഴ്സസ് കൂടെ എല്ലാം പോയി, ചില തെറാപ്പീസ് ഒക്കെ ചെയ്തു. പക്ഷെ പല തെറാപ്പീസും അല്ലെങ്കിൽ പല ആക്ടിവിറ്റീസും എന്നോട് ചെയ്യാൻ പറയുന്നത് എനിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യാനും. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അങ്ങനെ എനിക്ക് കിട്ടിയ കുറേ ആക്ടിവിറ്റീസിനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളിൽ ഞാൻ ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു റീസെറ്റ് അച്ചീവ് ചെയ്തത് എൻ്റെ ലൈഫിൽ. അപ്പം അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് മാത്രം, അതായത് ഡെയിലി ഒരു 15 to 20 minutes മാത്രം സ്പെൻഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റീസിന്റെ ഒരു പ്രോഗ്രാം ഞാൻ സെറ്റ് ചെയ്തു. നമ്മൾ വർക്ക് ചെയ്യുകയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ടൈം ഒരു വലിയ കൺസ്ട്രെയിൻ ആണല്ലോ. അപ്പൊ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താലാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റും ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ ഫോർമുലേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സീറ്റ്സ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 30 to 35 ആൾക്കാരെ നമുക്കൊരു വർക്ക്ഷോപ്പിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷനും കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ ചെയ്തിട്ട് എനിക്ക് വർക്ക് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പം നമ്മുടെ റെഗുലർ പ്രൈസ് എന്ന് പറയുന്നത് 1,999 ആണ്. അപ്പം ഈ ഒരു ഓഫർ, പൂജ ഓഫർ കഴിഞ്ഞാൽ ആദ്യത്തെ 15 ആൾക്കാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കോസ്റ്റിലേക്കായിരിക്കും പിന്നെ വരിക. അപ്പോൾ ഏറ്റവും നല്ലൊരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടല്ലേ, നമുക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു 999 എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. ലൈഫിന്റെ ട്രാൻസ്ഫോർമേഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു പ്രോഗ്രാം. ഒരിക്കലും നിങ്ങൾക്കൊരു ബോറിംഗ് ഉണ്ടാവില്ല. വളരെ ക്രിസ്പായിട്ടുള്ള കാര്യങ്ങളാണ്. എന്താ പറയുക, ഒരുപാട് ലെക്ചേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടാവില്ല. മോർ ഇൻ ടു ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ജോയിൻ ചെയ്യാം കേട്ടോ. ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. താങ്ക്സ് എ ലോട്ട്.